നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നു ശ്രീ മേൽപ്പത്തൂർ നാരായണ ഭട്ടപാദനാൽ വിരചിതമായ ശ്രീമൻ നാരായണീയത്തിലെ പൃഥുചരിതമെന്ന 18ാമത്തെ ദശകത്തിലെ 3ാമത്തെ ശ്ലോകം. സംപ്രാപ്തേ ഹിതകഥനായ താപസൗഘേ മത്തോന്യോ ഭുവനപതിർന്ന കശ്ചനേതി ത്വനിന്ദാവചനപരോ മുനീശ്വരൈഃ സ്തൈഃ ശാപാഗ്നൗ ശലഭദശാമനായി വേനഃ. അടുത്തതായി ശ്ലോകത്തിൻ്റെ പദച്ഛേദം ശ്രദ്ധിക്കുക. സംപ്രാപ്തേ ഹിതകഥനായ താപസൗഘേ മത്തഃ അന്യഃ ഭുവനപതിഃ ന കശ്ചന ഇതി ത്വനിന്ദാവചനപരഃ മുനീശ്വരൈഃ തൈഃ ശാപാഗ്നൗ ശലഭദശാം അനായി വേനഃ. താപസൗഘേ ഹിതകഥനായ സംപ്രാപ്തേ സതി മത്തഃ അന്യഃ കശ്ചന ഭുവനപതിഃ ന ഇതി ത്വനിന്ദാവചനപരഃ തൈഃ മുനീശ്വരൈഃ വേനഃ ശാപാഗ്നൗ ശലഭദശാം അനായി. അടുത്തതായി പ്രസ്തുത ശ്ലോകത്തിൻ്റെ സാരാംശം ശ്രദ്ധിക്കുക. അഹങ്കാരിയായ വേനനെ നല്ല മാർഗത്തിലൂടെ സഞ്ചരിക്കുവാനായി അവിടെ താപസശ്രേഷ്ഠന്മാർ എത്തിച്ചേർന്നപ്പോൾ ഞാനല്ലാതെ ഭൂലോകനാഥനായി മറ്റൊരാളുമില്ല എന്ന് അയാൾ വേനൻ ആക്രോശിക്കുകയാണ് ചെയ്തത്. അവിടെയും ഭവാന്റെ നിന്ദയാണ് അദ്ദേഹം ചെയ്തത്. ഇതിൽ കോപിഷ്ഠരായ മഹർഷിമാർ അങ്ങയെ നിന്ദിച്ച് സംസാരിച്ചപ്പോൾ ശാപാഗ്നിയിൽ ആ വേനനെ ശലഭം പോലെ ദഹിപ്പിച്ചു എന്ന് സാരം. നമസ്തേ.